ഗൈസ് വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രോമറ്റോഗ്രഫിയെ കുറിച്ചാണ്. ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ് എന്ന മൊഡ്യൂളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്രോമറ്റോഗ്രഫി. ഒരുപാട് പഠിക്കുവാനുള്ള ഏരിയ ആണെങ്കിലും PSC സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളും അവയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആയതും വളരെ പ്രധാനപ്പെട്ടതുമായ നോട്ട്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിലെ ഒരു പോയിന്റ് പോലും നിങ്ങൾ പഠിക്കാതിരിക്കരുത്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. The first chromatographic separation was accomplished by the Russian botanist Mikhail Tvet. മിഖായിൽ ട്വെറ്റ് എന്ന് പറയുന്ന ഒരു റഷ്യൻ ബോട്ടണിസ്റ്റാണ് ആദ്യമായി ഈ സെപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ദെൻ എന്താണ് ക്രോമറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ മീനിങ്? കളേർഡ് റൈറ്റിംഗ്. ക്രോമറ്റോഗ്രഫി മീൻസ് കളേർഡ് റൈറ്റിംഗ്. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ചില വാക്കുകളുണ്ട് ക്രോമറ്റോഗ്രഫിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ അനലൈറ്റ്. അനലൈറ്റ് അല്ലെങ്കിൽ സൊല്യൂട്ട്. അനലൈറ്റ് ഓർ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ദ കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ ദ സാമ്പിൾ. അപ്പോൾ ഇതിൽ ഒരു സാമ്പിളിൽ ഒരുപാട് കമ്പോണൻറ്റ്സ് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കമ്പോണൻറ്റിനെ ക്രോമറ്റോഗ്രഫിയിൽ നമ്മൾ പറയുന്ന പേരാണ് അനലൈറ്റ് അല്ലെങ്കിൽ സൊല്യൂട്ട് എന്നത്. നെക്സ്റ്റ് വൺ ഇലുവൻ്റ് ആണ്. എന്താണ് എലുവൻ്റ്? ദ സോൾവെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ക്യാരി ദ കമ്പോണൻറ്റ്സ് ഓഫ് ദ മിക്സ്ചർ ത്രൂ എ സ്റ്റേഷനറി ഫേസ്. അതായത് ഒരു സ്റ്റേഷനറി ഫേസിലൂടെ കമ്പോണൻസിനെ ക്യാരി ചെയ്യുന്ന ഒരു സോൾവെൻറ്റ് പ്രസൻ്റ് ആയിരിക്കും. ആ സോൾവെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എലുവൻ്റ്. അപ്പോൾ എന്താണ് സ്റ്റേഷനറി ഫേസ്? അത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ തന്നെയാണ്, സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും. അതായത് ടു മ്യൂച്വലി ഇമ്മിസിബിൾ ആയിട്ടുള്ള ഫേസസ് ആണ് ഈ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, എന്നാൽ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദ മൂവ്മെൻറ്റ് ഓഫ് മൊബൈൽ ഫേസ് കോസ് എ ഡിഫറൻഷ്യൽ മൈഗ്രേഷൻ ഓഫ് സാമ്പിൾ കമ്പോണൻറ്റ്. ആ മൊബൈൽ ഫേസ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ കമ്പോണൻസിൻ്റെ മൈഗ്രേഷൻ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മറക്കരുത്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്രോമറ്റോഗ്രഫി എവിടെ നോക്കിയാലും നമുക്ക് കാണാവുന്നതാണ്, സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും. പിന്നെ ഇവിടെ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് ടേംസാണ് അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. എന്താണ് ഇതിൻ്റെ മീനിങ് അല്ലെങ്കിൽ എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്? ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ ടേബിളിൽ ഒരു ഗ്ലാസ് വെള്ളം പോയി കഴിഞ്ഞാൽ അത് പേപ്പർ ഉപയോഗിച്ചും തുടയ്ക്കാം, ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചും തുടയ്ക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പറാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ടിഷ്യൂ പേപ്പർ വെള്ളത്തിൻ്റെ മുകളിൽ ഇടുമ്പോൾ ആ വെള്ളം മുഴുവൻ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും. അതവിടെ സംഭവിക്കുന്നത് അബ്സോർപ്ഷനാണ്. AB അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ടേമാണ്. അത് കംപ്ലീറ്റായി ആ വെള്ളത്തിനെ ആഗിരണം ചെയ്തു. എന്നാൽ വെറുതെ ന്യൂസ് പേപ്പർ വെച്ചാണ് കവർ ചെയ്തതെങ്കിൽ അവിടെ ആ വെള്ളം ന്യൂസ് പേപ്പറിൻ്റെ സർഫസിലെല്ലാം ഉണ്ടാവും. വീണ്ടും നമ്മളൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം വീണ്ടും പുറത്തേക്ക് തെറിക്കും. അപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ടില്ല ആ വെള്ളം, ആ സർഫസിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അബ്സോർപ്ഷൻ ആണെങ്കിൽ കംപ്ലീറ്റായി വലിച്ചെടുത്തിട്ടുണ്ടാവും. ടിഷ്യൂ പേപ്പറിൻ്റെ കേസ് ഓർക്കുക. സാധാരണ ഓർഡിനറി പേപ്പർ ആണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് അഡ്സോർപ്ഷനാണ്, AD ആണ് വരുന്നത്. ഇതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. പലയിടത്തായി നാം ക്രോമറ്റോഗ്രഫിയെക്കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് ടേംസും വരുന്നതാണ്. ഇവിടെ 3 ക്രോമറ്റോഗ്രഫീനെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. പേപ്പർ ക്രോമറ്റോഗ്രഫി, കോളം ക്രോമറ്റോഗ്രഫി, തിൻ ലെയർ ക്രോമറ്റോഗ്രഫി. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോളമാണ് അഡ്സോർബൻ്റായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കോളം ക്രോമറ്റോഗ്രഫി ആയിരിക്കും. പേപ്പർ സ്ട്രിപ്പാണ് സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പേപ്പർ ക്രോമറ്റോഗ്രഫി ആയിരിക്കും. പിന്നെ അഡ്സോർബൻ്റ് കോട്ടിംഗ് ഓൺ ഗ്ലാസ് പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തിൻ ലെയർ ക്രോമറ്റോഗ്രഫി. ഈ 3 എണ്ണമാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അത് കൂടാതെ ഗ്യാസ് ക്രോമറ്റോഗ്രഫിയും ഹൈ പ്രഷർ ലിക്വിഡ് ക്രോമറ്റോഗ്രഫി അല്ലെങ്കിൽ HPLCയും പഠിക്കാനുണ്ട്. പിന്നെ ഈ പേപ്പർ ക്രോമറ്റോഗ്രഫിനെയും തിൻ ലെയർ ക്രോമറ്റോഗ്രഫിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്ലെയിൻ ക്രോമറ്റോഗ്രഫി അല്ലെങ്കിൽ പ്ലാനർ ക്രോമറ്റോഗ്രഫി. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇത്രയും ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
Chromatography is a physical method that is used to separate and analyze dash. Options: simple mixtures, complex mixtures, viscous mixtures, metals. Correct answer: complex mixtures. Chromatography എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ മെത്തേഡാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ആൻഡ് അനലൈസ് കോംപ്ലക്സ് മിക്സ്ചേഴ്സിൽ നിന്നും അതിൻ്റെ പ്യുവർ ഫോമിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ക്രോമറ്റോഗ്രഫി. അതുപോലെ അതിനെ അനലൈസ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുക. ഏത് മിക്സ്ചറിനെയാണ്? കോംപ്ലക്സ് മിക്സ്ചറിനെയാണ്. Chromatography is a separation method based on the distribution of components of the mixture between two phases, that is stationary phase and mobile phase. രണ്ട് phases ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? സ്റ്റേഷനറി ഫേസും ഉണ്ടാകും, മൊബൈൽ ഫേസും ഉണ്ടാകും. ഇത് ഉപയോഗിച്ച് മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൻലി പ്യുവർ സബ്സ്റ്റൻസിനെ വേർതിരിക്കുക എന്നതാണ് ഈ മെത്തേഡിലൂടെ ചെയ്യുന്നത്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. നമുക്ക് ഈ ഫുഡ് ടെക്നോളജിയിൽ എന്താണ് ക്രോമറ്റോഗ്രഫിയുടെ ആവശ്യം? അതായത് ഇറ്റ് റെഫേഴ്സ് ടു ദ ടെസ്റ്റിംഗ് ഓഫ് അഡിറ്റീവ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ, അതിനു വേണ്ടി ഉപയോഗിക്കാൻ ഫുഡ് ടെക്നോളജിയിൽ വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ് അഡിറ്റീവ്സ്. അപ്പോൾ അഡിറ്റീവ്സ് ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് ഈ ക്രോമറ്റോഗ്രഫി മെത്തേഡ് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ ഫുഡ് ആൻഡ് ഡ്രഗിൻ്റെ കേസിൽ വളരെയധികം യൂസ്ഫുൾ ഉള്ള ഒരു കാര്യമാണ് ക്രോമറ്റോഗ്രഫി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ക്രോമറ്റോഗ്രഫി ദ സ്റ്റേഷനറി ഫേസ് ഹെൽഡ് ഇൻ എ നാരോ ട്യൂബ് ആൻഡ് ദ മൊബൈൽ ഫേസ് ഈസ് ഫോഴ്സ്ഡ് ത്രൂ ഇറ്റ് അണ്ടർ പ്രഷർ? Options: column chromatography, planar chromatography, liquid chromatography and gas chromatography. കറക്റ്റ് ആൻസർ കോളം ക്രോമറ്റോഗ്രഫി. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇവിടെ ഒരു കോളമാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ദ സ്റ്റേഷനറി ഫേസ് ഹെൽഡ് ഇൻ എ നാരോ ട്യൂബ് അല്ലെങ്കിൽ ഒരു കോളം ആൻഡ് ദ മൊബൈൽ ഫേസ് ഈസ് ഫോഴ്സ്ഡ് ത്രൂ ഇറ്റ് അണ്ടർ പ്രഷർ. മൊബൈൽ ഫോഴ്സ് ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അത് ഈ കോളത്തിലൂടെ ഫോഴ്സ് ചെയ്യിക്കുകയാണ്. ദെൻ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ ലോങ് ഗ്ലാസ് കോളം ഹാവിങ് സ്റ്റോപ്പ് കോക്ക് നിയർ ദ ബോട്ടം. അതിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റോപ്പ് കോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു കോളമാണ് അല്ലെങ്കിൽ ഒരു നാരോ ട്യൂബാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഇഫ് ആൻ അഡ്സോർബൻറ്റ് കോളം ഈസ് യൂസ്ഡ് റെഫേർഡ് ടു ആസ് കോളം ക്രോമറ്റോഗ്രഫി. അഡ്സോർബൻറ്റ് കോളം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കോളം ക്രോമറ്റോഗ്രഫി. നേരത്തെ പറഞ്ഞിരുന്നു. ദെൻ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലിക്വിഡ് സോളിഡ് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി. എന്താണ്? ലിക്വിഡ് സോളിഡ് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി എന്നുകൂടി കോളം ക്രോമറ്റോഗ്രഫിയെ പറയാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് എന്തായിരിക്കും? ഒരു സോളിഡ് ആയിരിക്കും. ഇപ്പോൾ സോളിഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിലിക്ക ജെൽ, അലുമിന, സെല്ലുലോസ്, ഇതൊക്കെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് കോളം ക്രോമറ്റോഗ്രഫിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് മൊബൈൽ ഫേസ് ആണ്. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡാണ്. അത് ഇവിടെ പേര് കണ്ടില്ലേ, ലിക്വിഡ് സോളിഡ് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി എന്നാണ്. അപ്പോൾ മൊബൈൽ ഫേസ് എന്താണ്? ലിക്വിഡാണ്. അത് പെട്രോളിയം ഈതർ ആവാം, അസിറ്റോൺ ആവാം, ബെൻസീൻ ആവാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കോളം ക്രോമറ്റോഗ്രഫിയിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫേസ്. പെട്രോളിയം ഈതർ, അസിറ്റോൺ, ബെൻസീൻ, ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി യൂസ്ഡ് ആസ് എൻ അഡ്സോർബൻ ഇൻ കോളം അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി? ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായി വായിക്കുക. താഴെ പറയുന്നവയിൽ അഡ്സോർബൻ്റായി ഉപയോഗിക്കാത്തത് ഏത് ഇൻ ദ കേസ് ഓഫ് കോളം അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി? ഓപ്ഷൻസ്: magnesium oxide, silica gel, activated alumina, potassium permanganate. Correct answer option D, potassium permanganate. ഇവിടെ മഗ്നീഷ്യം ഓക്സൈഡ്, സിലിക്ക ജെൽ, ആക്ടിവേറ്റഡ് അലുമിന ഇതെല്ലാം അഡ്സോർബൻ്റ് ആയിട്ട് കോളം അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫിയിൽ ഉപയോഗിക്കുന്നതാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് മാത്രമാണ് ഉപയോഗിക്കാത്തത്. സം അതർ അഡ്സോർബൻസ് ആർ സ്റ്റാർച്ച്, അതുപോലെ ക്രോമറ്റോഗ്രാഫിക് പ്യൂരിഫൈഡ് സിലീഷ്യസ് എർത്ത്, ക്രോമറ്റോഗ്രാഫിക് പ്യൂരിഫൈഡ് ആയിട്ടുള്ള സിലീഷ്യസ് എർത്ത്, അതേപോലെ സ്റ്റാർച്ച്, ഇതും എന്തായി ഉപയോഗിക്കാറുണ്ട്? അഡ്സോർബൻ്റ് ആയിട്ട് കോളം ക്രോമറ്റോഗ്രഫിയിൽ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ:
gas chromatography can be performed in which of the following ways? Options: only in column, only on plain surface, either in column or on plain surface, neither in column nor on plain surface. Correct answer option A, only in columns. എന്താണ് ക്വസ്റ്റ്യൻ? ഗ്യാസ് ക്രോമറ്റോഗ്രഫി ക്യാൻ ബി പെർഫോംഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേസ്? എവിടെ മാത്രമാണ് ഉപയോഗിക്കുക? ഓൺലി ഇൻ കോളം. ഇറ്റ് കുഡ് ബി ഗ്യാസ് സോളിഡ് ഓർ ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി. ഗ്യാസ് ക്രോമറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ ഗ്യാസ് സോളിഡ് ആവാം, ഗ്യാസ് ലിക്വിഡ് ആവാം. നമ്മൾ ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയാണ് എടുക്കുന്നതെങ്കിൽ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിരിക്കും, മൊബൈൽ ഫേസ് ഗ്യാസ് ആയിരിക്കും. In the case of gas liquid chromatography, stationary phase is liquid and mobile phase is gas. Separation is based on partition in the case of gas chromatography. Then gas chromatography is used to separate volatile components of a mixture without decomposition. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. volatile componentsന്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് വോളറ്റൈലും നോൺ വോളറ്റൈലും? ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് വോളറ്റൈൽ എന്ന് പറയുക. ആവിയായിട്ട് പോവില്ലേ, അതാണ് വോളറ്റൈൽ കമ്പോണൻസ്. അങ്ങനെയുള്ളതിൻ്റെ കേസിലാണ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത്തരം കമ്പോണൻസിനെ മിക്സ്ചറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ എന്ത് നടക്കുന്നില്ല? ഡിക്കമ്പോസിഷൻ പ്രോസസ്സ് നടക്കുന്നില്ല. ദെൻ മൂവിങ് ഫേസ് അല്ലെങ്കിൽ മൊബൈൽ ഫേസ് ഈസ് എ കരിയർ ഗ്യാസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഗ്യാസ് ക്രോമറ്റോഗ്രഫിയിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫേസ് ഏതാണ്? അതെപ്പോഴും ഒരു കരിയർ ഗ്യാസ് ആയിരിക്കും. അതായത് അത് ഇനേർട്ട് ഗ്യാസാണ് നോർമലി ഉപയോഗിക്കാറ്. ഏതാണ് എന്നതാണ് ചോദ്യം. മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹീലിയം, നൈട്രജനും ഹൈഡ്രജനുമാണ്. അതിന് കാരണം ഇറ്റ് ഡു നോട്ട് റിയാക്ട് വിത്ത് ദ കമ്പോണൻസ് ഇൻ ദ മിക്സ്ചർ. മിക്സ്ചറിലുള്ള മറ്റു കമ്പോണൻസുമായിട്ട് റിയാക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇനേർട്ട് ഗ്യാസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഹൈലി പ്യൂരിഫൈഡ് ആണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ മൂന്നെണ്ണത്തിനും. അതുകൊണ്ടാണ് ഈ രണ്ട് കാരണം കൊണ്ടാണ് കരിയർ ഗ്യാസായിട്ട് ഇവയെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ do not react, then second point highly purified. Next question, which of the following is not a common detector for gas chromatography? Options: refractive index detector, flame ionization detector, thermal conductivity detector, mass spectrometer. Correct answer option A, refractive index detector. Question ഒന്നുകൂടി വായിക്കാം. Which of the following is not a common detector for gas chromatography? ഗ്യാസ് ക്രോമറ്റോഗ്രഫിയിലെ ഡിറ്റക്ടറിൽ കോമൺ ആയി ഉപയോഗിക്കാത്തത് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. അതിന് ആൻസറാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിറ്റക്ടർ. ബാക്കി മൂന്നെണ്ണം, അതായത് ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ, തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടർ, മാസ് സ്പെക്ട്രോമീറ്റർ, ഇതെല്ലാം ഗ്യാസ് ക്രോമറ്റോഗ്രഫിയിൽ കോമൺ ആയി ഉപയോഗിക്കുന്നതാണ്. എന്നാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിറ്റക്ടർ ഈസ് എൻ HPLC ഡിറ്റക്ടർ. HPLCയുടെ കേസിലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിറ്റക്ടർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ നാം പറഞ്ഞല്ലോ ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ, അതിൻ്റെയൊക്കെ ഷോർട്ട് ഫോം ഒന്ന് ഓർത്ത് വയ്ക്കുക, FID. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കേസിലാണ് ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ TCD ആണെങ്കിൽ, അതായത് തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടർ ആണെങ്കിൽ ഓൾ ടൈപ്പ് സ്പീഷീസിനും ഉപയോഗിക്കുന്ന എന്ന ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ മറ്റൊന്ന് മാസ് സ്പെക്ട്രോമീറ്റർ ആണ്, അതായത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് അൺനോൺ പീക്ക് ഇൻ എ സാമ്പിൾ. അതിന് വേണ്ടിയിട്ടാണ് മാസ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊരെണ്ണം ഉള്ളത് ഇലക്ട്രോൺ ക്യാപ്ചർ ഡിറ്റക്ടർ അല്ലെങ്കിൽ ECD. അത് ഉപയോഗിക്കുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് സ്പീഷീസിൻ്റെ കേസിലാണ്. അതുകൂടാതെ FTIR ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഇത്രയും കാര്യങ്ങൾ. അതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിറ്റക്ടർ മാത്രമാണ് HPLCക്ക് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് വിച്ച് വുഡ് യു എക്സ്പെക്ട് ടു എലൂട്ട് ഫസ്റ്റ് from a gas chromatography column? Options: methanol, ethanol, and propanol, and butanol. Correct answer option A, methanol. അപ്പോൾ ഫസ്റ്റ് എലൂട്ട് ചെയ്ത് വരുന്നത്
മെത്തനോളാണ് എന്നാണ് പറയുന്നത്. അതിന് കാരണം ലോവസ്റ്റ് ബോയിലിംഗ് പോയിൻറ്റ്, അതുപോലെ തന്നെ ഹൈ വേപ്പർ പ്രഷർ. ബോയിലിംഗ് പോയിൻറ്റ് കുറവുന്നതും അതുപോലെ ഹൈ വേപ്പർ പ്രഷർ ഉള്ളതാണ് ഫസ്റ്റ് എലൂട്ട് ചെയ്ത് വരുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ മെത്തനോളാണ് അതിന് കറക്റ്റ് ആൻസർ. ബട്ട് നോട്ട് ജസ്റ്റ് ഡ്യൂ ടു ലോ മോളിക്കുലാർ വെയ്റ്റ്. മോളിക്കുലാർ വെയ്റ്റ് നോക്കിയിട്ടല്ല ഫസ്റ്റ് എലൂട്ട് ചെയ്യുന്നത്. ഏത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്? ലോവസ്റ്റ് ബോയിലിംഗ് പോയിൻറ്റുമാണ്, അതുപോലെ ഹൈ വേപ്പർ പ്രഷറുമാണ്. Then split injector is most commonly used for capillary gas chromatography. സ്പ്ലിറ്റ് ഇഞ്ചക്ടറാണ് ഗ്യാസ് ക്രോമറ്റോഗ്രഫിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഫോർ ഇഞ്ചക്റ്റിംഗ് സ്മോൾ വോളിയം ആയിട്ട് ഇഞ്ചക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഗ്യാസ് ക്രോമറ്റോഗ്രഫിയിൽ സ്പ്ലിറ്റ് ഇഞ്ചക്ടർ ഉപയോഗിക്കുന്നത്. A mixture of low molecular weight alcohol and ketones with the boiling points below 100 degrees Celsius is best suited for separation by gas chromatography. മോളിക്കുലാർ വെയിറ്റ് ഉള്ള ആൽക്കഹോൾസിനെയും കീറ്റോൺസിനെയും ഒക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു മെത്തേഡാണ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഹൈ പ്രഷർ ലിക്വിഡ് ക്രോമറ്റോഗ്രഫി? Options: it requires high pressure for the separation of the species. There is no need to vaporize the sample. It is performed in column. It has high sensitivity. Correct answer option B. There is no need to vaporize the sample. True അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ ബി, ദർ ഈസ് നോ നീഡ് ടു വേപ്പറൈസ് ദ സാമ്പിൾ. അതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി മൂന്നെണ്ണവും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇൻ HPLC സാമ്പിൾസ് നീഡ് ടു ബി വേപ്പറൈസ്. സാമ്പിൾസ് എന്ത് ചെയ്യണം? വേപ്പറൈസ് ചെയ്യണം. ഇറ്റ് ഹാസ് ഹൈ സെൻസിറ്റിവിറ്റി. HPLC ക്യാൻ ബി പെർഫോംഡ് ഓൺലി ഇൻ കോളം. കോളത്തിൽ വെച്ചാണ് പെർഫോം ചെയ്യുന്നത്. ബിക്കോസ് ഹൈ പ്രഷർ ഇൻ ദ ഓപ്പൺ ബെഡ് വിൽ നോട്ട് ബി ഇഫക്റ്റീവ്. The separation is achieved by pressurized flow of liquid mobile phase. Pressurized flow ആണ്. നല്ല പ്രഷർ തന്നെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ലിക്വിഡ് മൊബൈൽ ഫേസിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. ഹൈ പ്രഷർ ആവുമ്പോൾ ഫ്ലോ റേറ്റും കൂടും. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത, നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ കേസിലാണ് കൂടുതലായി HPLC ഉപയോഗിക്കാറുള്ളത്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ക്യാൻ ഓൾസോ ബി സെപ്പറേറ്റഡ് in this technique. Next one, the principle of which thin layer chromatography is based is that the dash. Options: different compounds are absorbed on an absorbent to different degrees. Different compounds are absorbed on an absorbent to same degrees. Different compounds are adsorbed on an adsorbent to different degrees. Option D, different compounds are absorbed on an absorbent to same degree. Correct answer option C ആണ്. Different compounds are adsorbed on an adsorbent to different degrees. It is used to separate non-volatile mixtures. നേരത്തെ HPLCയുടെ കേസ് പറഞ്ഞു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ദ സൈസ് ഓഫ് എ തിൻ ലെയർ ഓഫ് adsorbent is about 0.2 millimeter ആണ്. തിൻ ലെയർ അഡ്സോർബൻറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.2 millimeter ആണ്. TLC പ്ലേറ്റ് ഈസ് മെയ്ഡ് ബൈ ഗ്ലാസ് പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Then next question, column chromatography is based on the principle of options: ion exchange, exclusion principle, differential adsorption, absorption. Correct answer differential adsorption. Column chromatography is based on the principle of differential adsorption. It means different compounds have different tendencies to get adsorbed on a particular surface. ഓരോ കോമ്പൗണ്ടിനും ഓരോ ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക അഡ്സോർബ് ചെയ്യാനായിട്ട്. ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചാണ് കോളം ക്രോമറ്റോഗ്രഫി വർക്ക് ചെയ്യുന്നത്. The components of the mixture are eluted in order of increasing polarity and increasing distribution ratio.
ഫസ്റ്റ് എലൂട്ട് ചെയ്യുന്ന കേസ് പറഞ്ഞു നേരത്തെ. അത് കോളം ക്രോമറ്റോഗ്രഫിയിലാണെങ്കിൽ രണ്ട് കാര്യങ്ങളെ നോക്കിയാണ് ഇൻക്രീസിങ് പൊളാരിറ്റി ആൻഡ് ഇൻക്രീസിങ് ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ. എക്സാമ്പിൾ ക്ലോറോഫില്ലും കരോട്ടിനോയിഡും ആണ് കോളം ക്രോമറ്റോഗ്രഫി വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫുഡ് ടെക്നോളജിയുമായി വളരെ റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ആൾക്കാരാണ്, കളറിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു പേപ്പർ ക്രോമറ്റോഗ്രഫി? ഓപ്ഷൻസ്: ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഡ്രഗ്സ് ആൻഡ് ഡോപ്സ് ഇൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. It is used in the analysis of cosmetics. It is used in the determination of metals in ore samples. All of the above. Correct answer, all of the above. അതായത് പേപ്പർ ക്രോമറ്റോഗ്രഫിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഡ്രഗ്സ് ആൻഡ് ഡോപ്സ് ഇൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. അതുപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ അനാലിസിസ് ഓഫ് കോസ്മെറ്റിക്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് മെറ്റൽസ് ഇൻ ഓർ സാമ്പിൾ. വളരെ പ്രധാനപ്പെട്ട 3 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഇനി സ്റ്റേഷനറി ഫേസ് ഈസ് എ ഫിലിം ഓഫ് ലിക്വിഡ്. അതിപ്പോൾ വാട്ടർ ആവാം. അഡ്സോർബ്ഡ് ഓൺ എ പേപ്പർ മാറ്റ് യൂഷ്വലി മെയ്ഡ് ഓഫ് ഹൈലി പ്യൂരിഫൈഡ് സെല്ലുലോസ്. ഹൈലി പ്യൂരിഫൈഡ് സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേപ്പർ മാറ്റാണ് കോമണായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പേപ്പറിൻ്റെ മുകളിലേക്ക് പലയിടത്തായിട്ട് ഡോട്ടായിട്ട് നമുക്ക് ആ കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. സ്റ്റേഷനറി ഫേസ് ലിക്വിഡാവും, മൊബൈൽ ഫേസും ലിക്വിഡാവും. സാമ്പിൾ സ്പോട്ട്സ് ഓൺ ദ പേപ്പർ. സാമ്പിൾ ഏതൊക്കെയാണെങ്കിലും അത് പേപ്പറിൽ സ്പോട്ട് ചെയ്ത് നമുക്ക് കാണാം. സെപ്പറേഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സാമ്പിൾ കമ്പോണൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ട്രേസ് ക്വാണ്ടിറ്റി. നമ്മൾ മൈക്രോഗ്രാം ലെവലിലാണ് സാധാരണയായി പറയാറ്. അതുപോലെ എന്താണ് മെയിൻ ആപ്ലിക്കേഷൻ? ചെക്ക് പ്യൂരിറ്റി ഓഫ് ഓർഗാനിക് കെമിക്കൽസ്. മെയിൻലി കെമിസ്ട്രിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടേമാണ് ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓർഗാനിക് കെമിക്കൽസിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ മെത്തേഡുകൾ, ക്രോമറ്റോഗ്രഫിക് ടെക്നിക്സ്, പ്രത്യേകിച്ച് പേപ്പർ ക്രോമറ്റോഗ്രഫി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.